നമസ്കാരം. സരസ്വതി ഒക്കെ ഫാമിൻ്റെ ഒക്കെ പോണ കൃഷിക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ആർക്കും ഈ കൃഷിയോട് വലിയ താല്പര്യം ഒന്നും പൊതുവെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കും വീഡിയോ ഇടാനും വലിയ താല്പര്യം തോന്നാറില്ല. ചില ആൾക്കാർ നമ്മളെ ചില സുഹൃത്തുക്കൾ ചോദിക്കും ഇപ്പം എന്നാ ഇല്ലേ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. പച്ചക്കറിയുടെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഇത് ചെയ്തു, ചിലത് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ നിൽക്കുന്ന ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും കിട്ടുന്നു. പന്തലൊക്കെ കുറച്ച് ഈ നശിച്ചു പോയി, കാറ്റും മഴയൊക്കെ വന്ന സമയത്ത് ഇച്ചിരി മരമൊക്കെ വീണിട്ട് ചിലത് അതിനി റീപ്ലാന്റ് ചെയ്യണം. വില ആയി വരുന്നു. കുറച്ചെണ്ണം പാകിയിട്ടുണ്ട്. പയറൊക്കെ വീണ്ടും പാകി മുളച്ച് വരുന്നുണ്ട്. അത് ചീരയൊക്കെ ഇവിടെ പാകിയിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞെങ്കിലും നമുക്ക് സാധനം ധാരാളം ലഭിക്കുന്നുണ്ട്, മുളകും ഇതുമൊക്കെ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇതൊന്ന് മൊത്തം ഒന്ന് തൂക്കി നോക്കാം. പക്കപ്പോണിക്സ് ചെയ്താൽ നമുക്ക് നിത്യേന നമുക്ക് പച്ചക്കറി നമ്മുടെ ഗ്രോ ബഡിൽ നിന്ന് കിട്ടും. വീട്ടിലേക്ക് ആവശ്യമായ മീനും പച്ചക്കറി വലിയ പരിചരണമൊന്നും കൂടാതെ വളമൊന്നും ഇടാതെ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ വന്ന് പറിച്ച് എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത്തേന് വീണ്ടും നിൽപ്പുണ്ട്. ഇടയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്, ഇനി 1-2 എണ്ണം കൂടെ നിൽപ്പുണ്ട്. അതോടെ ചെയ്യണം. എങ്കിലും പറിച്ച് അത്രയൊന്ന് തൂക്കി നോക്കാം എന്തേരെ ലഭിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും എത്രത്തോളം ഒരു ചെറിയ 2-3 വിത്തിൽ നിന്ന് പ്രത്യേകിച്ച് പരിചരണമൊന്നും കൂടാതെ നമുക്ക് പച്ചക്കറി എന്തേരെ കിട്ടുമെന്ന്. അപ്പോൾ ഇതൊന്ന് തൂക്കി നോക്കാം. ഡിസ്പ്ലേ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വെയിലുള്ളത് കാരണം ഡിസ്പ്ലേ മങ്ങൽ കാണാം. തെറ്റിദ്ധരിക്കണ്ട കട. പക്കപ്പോണിക്സിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പച്ചക്കറി നമുക്ക് കിട്ടും. വിഷമില്ലാത്ത ശുദ്ധമായ പച്ചക്കറി. ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇത് ആവർത്തന വിരസതയുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും വീഡിയോ ഇടാത്ത കാര്യം. നമുക്കിത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ആൾക്കാർക്ക് ബോറടിക്കും ഇത് ഒരേ കാര്യം തന്നെ വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മീനും പച്ചക്കറിയൊക്കെ നമുക്കൊരു ചെറിയൊരു യൂണിറ്റൊക്കെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. വേണമെങ്കിൽ വിൽക്കാനും കൂടെ ഉള്ളത് കിട്ടും. ഇപ്പോൾ 2,700 294 ഉണ്ട്. ഇന്ന് വഴുതനങ്ങ മാത്രം. ഇനി 1-2 എണ്ണം കൂടെ നിൽപ്പുണ്ട് അതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. മുളകും ഒന്ന് നോക്കാം. ഈ മാലിമുളകാണ് ഇത്. അപ്പോൾ അതും കുറേ പഴുത്ത് പോയി. നല്ല എരിവുള്ളത് കാരണം അധികം ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഇടയ്ക്ക് പറിക്കാറുള്ളൂ. പയറൊക്കെ ഇത് മീറ്റർ പയറാണ് നിൽപ്പുണ്ട്. അവിടെ എല്ലാം നിൽപ്പുണ്ട്, പറിക്കാൻ നിൽപ്പുണ്ട് പയറൊക്കെ. ഇതൊക്കെയാണ് അക്വപോണിക്സ്. ഏതായാലും ഈ മുളകും കൂടെ ഒന്ന് തൂക്കി നോക്കാം എന്തേലും ഉണ്ടോയെന്നുള്ളത്. സീറോ ആക്കി. മുളകെല്ലാം പഴുത്ത് പോയി. 4 മുളകാണ്. ചെറിയൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കണ്ടമാനോ എരിവുള്ളതാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ മുളകിന് ഉള്ളത്. കറിക്കകത്തൊക്കെ ഇടുവാണെങ്കിലും ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്കിയാൽ നിങ്ങൾക്ക് പിടി കിട്ടും എത്രത്തോളം നന്നായിട്ടിത് അതിൻ്റെ അകത്ത് വരുമെന്നുള്ളത്. കണ്ടില്ലേ? നല്ല ഭംഗിയാണ് കാണാൻ ഈ മുളക്.
കായ്ച്ച് നിൽക്കുന്നത് കാണാൻ. നിൽപ്പുണ്ട് ഇനിയും പറിക്കാനായിട്ട്. കണ്ടില്ലേ, ഒക്കെ പറിക്കാൻ നിൽപ്പുണ്ട്. പറിക്കുകയാണെങ്കിൽ പഴുത്തതെല്ലാം കൂടെ പറിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 2 കിലോ മിച്ചമുണ്ട് ഈ മുളക്. ഇതൊക്കെയാണ് അക്വാപോണിക്സിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏത് പച്ചക്കറി അക്വാപോണിക്സിൻ്റെ അകത്ത് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞൊരു തയ്യെന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മുളക് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ തൈ കയറി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുളകും പച്ചക്കറിയും എല്ലാ സാധനങ്ങളും നമുക്ക് അക്വാപോണിക്സ് യൂണിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വിഷമില്ലാത്ത സാധനം നടക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.